മക്കളെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഞാൻ അച്ഛനെ വിളിക്കാൻ പോകുവാട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാനുണ്ട് ഇത് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വൈകാൻ നിൽക്കല്ലേ. അതുകൊണ്ട് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അമ്മേ, ഞങ്ങൾ എപ്പോഴും റെഡി. അച്ഛനെ വേഗം വിളിക്ക്. എന്നാലും മാധവന് ഇത് എന്തോ നിന്റെ കേടാണ്. സ്കൂൾ തുറക്കാറായപ്പോഴാണ് ഒരു ടൂർ പോണത്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇവന് പോകാൻ പറ്റില്ലേ? എന്റെ പൊന്നച്ഛമ്മ, ഇത് ടൂർ അല്ലെന്ന് എത്ര ആശം പറഞ്ഞു. ഇന്നലെ മുതൽ പറയുന്നതല്ലേ. അത് കൊള്ളാം. ടൂർ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 3-4 ദിവസം ഇടാനുള്ള ഉടുപ്പൊക്കെ എടുത്തോണ്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോണത്? അച്ഛമ്മ, ഇത് സ്റ്റേക്കേഷൻ ആണ്. അതാ ഞാൻ പറഞ്ഞ, വെക്കേഷൻ അല്ലേ. വെക്കേഷൻ കഴിയാറായില്ലേ? അമ്മ, ഇത് ടൂർ പോലെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കയറി ഇറങ്ങി നടക്കുന്നില്ല. ഇവിടുന്ന് 10-20 കിലോമീറ്റർ മാറിയിട്ടൊരു ബംഗ്ലാവ് ഉണ്ട്. അവിടേക്ക് നമ്മളൊരു 4 ദിവസം നിൽക്കാൻ പോകുന്നു. അത്രേ ഉള്ളൂ. അത് കൊള്ളാം. നല്ലൊന്നോന്തരം വീട് ഇവിടെ പൂട്ടിയിട്ടിട്ട് നമ്മൾ എന്തിനാടി ആ ബംഗ്ലാവിൽ പോയി കിടക്കണത്? അച്ഛമ്മ, ഇതൊക്കെ ഒരു രസമല്ലേ? അല്ലത് ആരുടെ ബംഗ്ലാവാ? അതിങ്ങനെ താമസിക്കാൻ വരുന്നവർക്കൊക്കെ റെന്റിന് കൊടുക്കുന്നതാ. നമ്മളൊരു 4 ദിവസത്തേക്ക് വാങ്ങി. എന്റെ ദൈവമേ, കാശ് കൊടുത്തിട്ടാണോ നമ്മളവിടെ താമസിക്കാൻ പോകുന്നേ? പിന്നെ ഫ്രീ ആയിട്ട് ആരെങ്കിലും താമസിപ്പിക്കോ? അച്ഛനൊക്കെ വന്നെങ്കിൽ വന്നാൽ മതി. ഒരു കണക്കിന് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചേ. അപ്പഴാ അമ്മ വേഗം അച്ഛനെ ഫോൺ ചെയ്തോ, നമ്മൾ റെഡിയായി നിൽക്കുമെന്ന് പറ. ഇല്ലെങ്കിൽ അച്ഛൻ ഓരോന്ന് പറഞ്ഞത് കോള വെക്കും. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെ എന്നെ ഇറക്കിയിട്ട് നിങ്ങൾ മാത്രം പോകണ്ട, ഞാനും ഉണ്ട്. ആ മാധവനെ വിളിക്കേ. ആ മാധവേട്ട, ഞങ്ങൾ എല്ലാരും റെഡിയായി. ഇല്ല, റെഡിയായി. മുറ്റത്തിറങ്ങി നിൽക്കുക. ബാഗ് സാധനങ്ങളൊക്കെ എടുത്തു. കട അടച്ചോ? എന്നാ വേഗം വാ, നമുക്ക് പോവണ്ടേ? അതേന്നേ, ഞങ്ങൾ റെഡിയായി നിൽക്കുക. മാധവേട്ട കാറും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി. ശരി ശരി, ഞാൻ വെക്കുക. എല്ലാരും വാ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം. മാധവൻ ചേട്ടൻ കടയൊക്കെ അടച്ചു, ഇപ്പൊ എത്തും. എന്ത് ഭംഗി ഇവിടേക്ക് കാണാനല്ലേ. എന്തൊരു എസ്തെറ്റിക് ലുക്ക്. ഒത്തിരി ഫോട്ടോസ് എടുക്കണം, സ്റ്റാറ്റസ് ഇട്ട് തകർക്കണം. അതെ അച്ഛാ, സൂപ്പർ. എന്തൊരു വലിയ ബിൽഡിംഗ് ആയത്. ഇവിടെയാണോ നമ്മൾ താമസിക്കാൻ പോണേ 4 ദിവസം? അതെ മക്കളെ, ഫോട്ടോ കണ്ടപ്പോ ഞാൻ കരുതിയത് ഇതിന് ഒത്തിരി വില കൊടുക്കണമെന്നാ. പക്ഷെ നിസ്സാര വിലക്കാണ് നമുക്ക് ഈ ഒരു സ്റ്റേക്കേഷൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തു. മക്കൾക്ക് ഒരു സന്തോഷമാകുമല്ലോ. എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മാറി പുതിയൊരു അറ്റ്മോസ്ഫിയർ. കുറച്ച് ദിവസം നല്ലൊരു റിലീഫ് ആയിരിക്കും അല്ലേ? എന്റെ ദൈവമേ, നിങ്ങൾക്കൊന്നും കണ്ണു കാണാത്തതാണോ? കണ്ണു കാണാത്തതായിട്ട് അഭിനയിക്കുവാണോ? തൂക്കി കയറി വെടി വെക്കല്ലേ എന്റെ പിള്ളേരെ. നിങ്ങൾ ഈ വീട്ടിലോട്ടൊന്ന് നോക്കിയേ. എന്തോ പോലെ കറുത്ത മണ്ണും വൈറ്റ് ബിൽഡിങ്ങും. എന്തെന്തോ പോലെയെന്ന് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഓ പിന്നെ, പ്രേതാലയം പോലെ ഉണ്ട്. എന്താ അമ്മ ഇത്? സന്തോഷത്തോടെ ടൂർ വരുമ്പോഴാണോ പിള്ളേരെ പേടിപ്പിക്കുന്നത്? എന്റെ പൊന്നമ്മേ, ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ ഇവിടെ ആൾക്കാർ സ്റ്റേക്കേഷൻ വരുന്നത്. സാധാരണ പോലത്തെ ബിൽഡിങ്ങും അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു മാറ്റം കിട്ടില്ലല്ലോ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. എന്താ മക്കളെ, പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞാനിവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരനാ. ബാബു എന്നൊരാളാണോ? അതെ സാർ, ഞാൻ ബാബുവാ. നിങ്ങൾ വരാൻ കാത്തിരിക്കുമായിരുന്നു. പുറകുവശത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ടായിരുന്നു. ആ തിരക്കിലായിരുന്നു. നിങ്ങൾ വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എങ്കിൽ അകത്തേക്ക് കയറാം സാർ. ഞാൻ വാതിലൊക്കെ തുറന്നു തരാം. അയാളുടെ മുഖം കണ്ടോമേ, ഞങ്ങൾ പേടിച്ചു പോയി. എന്താ നീതു നിത്യ ഇത്? നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടില്ലേ? ചില ആളുകൾ അങ്ങനെയാണ്, അവരുടെ പ്രകൃതി അങ്ങനെയാ. അതിനിങ്ങനെ പേടിക്കാൻ പോയാലോ? അയ്യോ, പേടിച്ചു പോയേ. കൂടുതൽ കളിയാക്കണ്ടോ കുണുക്കി. മക്കളെ തല്ലുപിടുത്തം വേണ്ട, നമുക്ക് അകത്തേക്ക് കയറാം. വാതിൽ തുറന്നിട്ടുണ്ട്. ഒരു വലിയ മുറിയുണ്ട്. അത് മക്കളെല്ലാരും കൂടി എടുത്തോട്ടോ. പിന്നെ അമ്മക്കൊരു ചെറിയ മുറിയുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം കൂടിയുണ്ട്. ഞാൻ വീഡിയോ കോളിലെല്ലാം കണ്ടതാ. എന്നാ അകത്തോട്ട് പോകാച്ചാ. ആ, ഈ മുറി നല്ല വലുതാണല്ലോ. ഇത് തന്നെ എടുക്കാം. പിള്ളേർക്കെല്ലാം ഇത്ര വലിയ മുറി കൊടുത്തിട്ടേ അവൻ എന്നാ കൊച്ചുമുറിയിലോട്ട് തട്ടാൻ നോക്കിയതാ. നടക്കൂലട മാധവ. ഇത് തന്നെ എന്റെ മുറി. ഓ, മുറിയൊക്കെ കൊള്ളാം. ഇതെന്നാ ഈ മുറിക്ക് നീല ലൈറ്റ് ഇട്ട് വെച്ചേക്കണേ? കണ്ടിട്ട് തന്നെ പേടിയാവണല്ലോ. അയ്യോ, അച്ചാമ്മനെ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ കൂടെ തന്നെ അല്ലേ വന്നത്? പിന്നെ എന്താ ഇവിടെന്ന് ചോദിക്കണേ? അയ്യോ അച്ചാമ്മ, അതല്ല ചോദിച്ചേ. ഇത് ഞങ്ങളുടെ മുറിയാ. അച്ചാമ്മയുടെ മുറി അപ്പുറത്തെ കൊച്ചുമുറിയല്ലേ, അതാ അവൻ ചോദിച്ചേ. ആ, കൊച്ചുമുറിയൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് പാടില്ലാത്തതാ, കാലുവേദനയാ. എനിക്ക് നീണ്ട് നിവർന്നൊന്ന് കിടക്കണം. അതിന് ഈ മുറി തന്നെ പറ്റൂ. മോളെ കുണിക്ക്, എന്റെ ഇത് മേടിക്കോട്ടോ. നീ മൂത്തവരോടാണ് അങ്ങനെ സംസാരിക്കണേ. നല്ല അടി കിട്ടുമെന്ന് ഓർത്തോ. കുണിക്ക് അച്ഛമ്മനോട് അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. ശരി ശരി, നിങ്ങളെ ആ കൊച്ചുമുറിയിലോട്ട് വെക്കോ. 2 പേര് കട്ടുമേ കട, 2 പേര് താഴെ കട. എനിക്ക് ഇവിടെ ഒന്ന് കിടക്കണം. അച്ചാമ്മ, ആ മുറിച്ചില്ല ഞങ്ങൾ എങ്ങനെ കിടക്കാനാ? ഞങ്ങൾ ഇവിടെ കിടന്നോളാം. അച്ഛമ്മ അങ്ങോട്ട് പോയിക്കോ. കുരുത്തം കേട്ട പിള്ളേര്, പറഞ്ഞാലും കേൾക്കത്തില്ല. ശരി ശരി, ഈ മുറി തന്നെ കിടന്നോ. ഓ, അച്ചാമ്മ എന്താ ഇങ്ങനെ? അച്ചാമ്മ എന്താ ഇങ്ങനെ? അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ഈ മുറിയിൽ അങ്ങനെ സുഖിച്ച് കിടക്കണ്ട. അയ്യോ, ഞാൻ
പിന്നെയും വന്നതൊന്നും അല്ല, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നത്. അച്ഛമ്മ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? അല്ലെന്നേ, ഇനി നിങ്ങളെ വല്ല പ്രേതം പിടിച്ചാലോ? എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ മുറിയിൽ എന്തൊരു നീല കളറാ. കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. അല്ലെങ്കിൽ ആർക്ക് വേണേ ഈ പൊട്ട മുറി? ഓ, പ്രേതമുറി. ഞാൻ പോവാ. അച്ഛമ്മ പറയണത് ശരിയാണോ ചേച്ചി? നോക്ക് നിറ്റേച്ചി, ഈ മുറി മുഴുവൻ നീല കളറാ. അച്ഛമ്മ പറഞ്ഞത് ശരിയാണോ? എടി പൊട്ടി, നോക്കിയേ, ഇതിവിടെ എല്ലാം നീല ലൈറ്റാ യൂസ് ചെയ്തേക്കുന്നേ. അതുകൊണ്ടാ ഇത് ഓഫ് ചെയ്താൽ നമുക്ക് ട്യൂബ് ഇട്ടാ വൈറ്റ് ലൈറ്റ് വരും. അച്ഛമ്മ പറഞ്ഞ മണ്ടത്തരൊക്കെ നീ വിശ്വസിച്ചോ? അപ്പൊ കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. നമുക്ക് ആദ്യം 4 പേർക്കും കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. അയ്യോ, ഉടുപ്പൊക്കെ ബാഗിലാണല്ലോ. നമുക്ക് അമ്മയുടെ മുറി പോയി എടുക്കാം. കുണുക്കി ഇവിടെ നിന്നോട്ടോ. നിങ്ങൾ ഇറങ്ങി അച്ഛമ്മ ഈ മുറി എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ അമ്മയുടെ ബാഗിൽ പോയിട്ടേ ഉടുപ്പൊക്കെ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആകാം. ശരിയാ, ഇവരെയും കൊണ്ട് പോയാൽ ശരിയാകൂല. അച്ഛമ്മ പിന്നെയും വരും. നമുക്ക് ഉടുപ്പെടുക്കാൻ പോവാ ചേച്ചി. അറിയില്ല, ഇവിടെ ഇരുന്നതാ. ഇത്ര ഞാൻ കണ്ടില്ലല്ലോ. ശരിയാ, രാത്രി എടുക്കട്ടെ. നീ എടുത്തോടി കുടുക്കി. ഈ പാവയുടെ പകുതി ഉള്ളല്ലോ. ഇതിന്റെ ബാക്കിയോടെ ഇത് പാവയാണ്. അയ്യോ, നോക്കിയുടെ കുടുക്കി. ഈ പാവ ഞാൻ കാണില്ലല്ലോ. ഇത് നോക്ക്, നീ പിടിച്ച് നോക്കട്ടെ. ശരിയാ, ഈ പാവ അടങ്ങുന്നുണ്ട്. അയ്യോ, നീ തന്നെ പിടിച്ചു. എനിക്ക് പേടിയാ. എടാ വണ്ടം കുടുക്കി, ഇത് ഇന്നത്തെ പാവയാടാ. എനിക്ക് അടങ്ങുന്ന പാവയുടെ വേണ്ട. ഈ തീ കൊടുത്തതാ ഇത്. നീ തന്നെ പിടിച്ചോ. ചോരയോ എവിടെ? ആ പാവ വെള്ളത്തിട്ട് ഓടി വാടി. ഒന്ന് പിടിക്കട കൊടുക്ക, എനിക്ക് പേടിയാവ്. വെള്ളത്തിടടി. പാവ പൊങ്ങിപ്പോയി. എനിക്ക് ഓടാൻ പോലും പറ്റുന്നില്ലടി കുടുക്കി. അയ്യോ, എന്താ ചേച്ചി? രണ്ടുപേരും കരയണ എന്തിനാ? എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അങ്ങോട്ട് മാറിയ സമയത്ത് നിങ്ങൾ തല്ലു പിടിച്ചല്ലേ? തല്ലൊന്നും പിടിക്കില്ല. ദേ, രണ്ടുപേരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ തല്ലുപിടിച്ച് അലമ്പുണ്ടാക്കിയ അച്ഛനും അമ്മയും വഴക്കിടും. പിന്നെ അവർ ഈ സ്റ്റേക്കേഷൻ ക്യാൻസൽ ചെയ്ത് വീട്ടിലേക്ക് പോകും. അറിയാലോ, രണ്ടും അടങ്ങി ഇരുന്നോളൂ. ചേച്ചി, അതൊന്നും അല്ല. പൊക്കത്ത് എന്താ? എന്ത് കാണുന്നില്ലെന്നോ? ഞാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി, ഇവിടെ ചോരപ്പാവയുണ്ട്. പാവയുടെ കണ്ണിലൊക്കെ ചോര വന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയണ? പാവ എവിടെ? ഇവിടെ കാണാതില്ല. മാർക്ക് രണ്ടുപേരും, ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, ഈ പാവ കണ്ടാണോ നിങ്ങൾ രണ്ടുപേരും പേടിച്ചത്? എന്റെ പിള്ളേരെ, നിങ്ങളെ കൊണ്ട് തോറ്റു. ഈ പാവയുടെ മുഖത്തൊന്നും ചോര ഒഴുകുന്നൊന്നുമില്ല. ഇത് ഇങ്ങനത്തെ പ്രിന്റോട് കൂടി വരുന്നതാ. ലബൂബ് പോലത്തെ പാവയാന്ന് തോന്നുന്നു. രണ്ടിനെയും കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ പറഞ്ഞ ചോര വന്നൊരു പാവത ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇതിന്റെ കണ്ണിലേ അങ്ങനെ റെഡ് കളർ അടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ചോര കരയുന്ന പോലത്തെ പാവ വല്ലതും ആയിരിക്കും. എനിക്കറിയില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ലബൂബ് പോലെ പുതിയ വല്ല പാവ ഇറങ്ങിയോന്ന്. എന്റെ ദൈവം, ഇനി അച്ഛൻ ഓരോന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേരെ വെറുതെ പേടിപ്പിച്ച് വെച്ചേക്കുക. നിങ്ങൾ ഇങ്ങനെ തുടങ്ങി അച്ഛൻ ഇനി ഒരിക്കലും ടൂർ കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. ചേച്ചി പറയണ കേക്ക്. ഇവിടെ പ്രേതവും ഇല്ല, ചോരയില്ല, ഒന്നുമില്ല. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. വാ, അച്ഛൻ്റെ അമ്മയുടെ മുറി കൊണ്ടാക്കാം. പിന്നെ അറിയാലോ, നിങ്ങൾ അവിടെ പോയിട്ട് കരയാനോ ഈ പ്രേതപ്പാവെന്നൊന്നും ഒന്ന് പറഞ്ഞേക്കല്ലേട്ടോ. പിന്നെ അത് മതി അച്ഛാമ്മക്ക്. ശരി, നടക്ക്. അപ്പുറത്തോട്ട് നടക്ക്. ചേച്ചി കൊണ്ടാക്കാം.